നമസ്കാരം. പാലക്കാടിന്റെയും ചേലക്കരയുടെയും പുതിയ MLA-മാരായി രാഹുൽ മങ്കൂട്ടത്തിലും UR പ്രദീപും സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭാ ലോഞ്ചിൽ നടന്ന ചടങ്ങിൽ സ്പീക്കർ AN ഷംസീർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മന്ത്രിമാർ, ചീഫ് വിപ്പ്, LDF-ന്റെയും UDF-ന്റെയും പ്രമുഖ നേതാക്കൾ ഒക്കെ തന്നെ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ആദ്യം ചേലക്കര MLA ആയിട്ട് UR പ്രദീപാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അദ്ദേഹം പതിവുപോലെ ദൃഢപ്രതിജ്ഞയെടുത്തു. പിന്നാലെ രണ്ടാമതായിട്ടാണ് രാഹുലിന്റെ സത്യപ്രതിജ്ഞ. രാഹുൽ ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. UR പ്രദീപിനെ സംബന്ധിച്ച് അദ്ദേഹം രണ്ടാം തവണയാണ് MLA ആയിട്ട് വരുന്നത്. നേരത്തെ 2016-21 കാലഘട്ടത്തിൽ അദ്ദേഹം ചേലക്കരയിൽ നിന്ന് തന്നെയുള്ള MLA ആയിരുന്നു. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും അദ്ദേഹം ചേലക്കരയെ പ്രതിനിധീകരിക്കുകയാണ്. രാഹുൽ മങ്കൂട്ടത്തിൽ തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് MLA പദം അലങ്കരിക്കുന്നത്. പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 18,804 എന്ന ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടിയായിരുന്നു രാഹുലിന്റെ വിജയം. അദ്ദേഹം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ. നമുക്കറിയാം, അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ പരിചിതനാകുന്നത് അല്ലെങ്കിൽ അറിയപ്പെട്ടു വരുന്നത് ഈ ചാനൽ ചർച്ചകളിലൂടെയാണ്. കോൺഗ്രസിന്റെ ചാനൽ ചർച്ചകളിലെ മുഖമായിരുന്നു, നാവായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ. ഓരോ ചർച്ചകളിലും പാർട്ടി പ്രതിരോധത്തിൽ നിൽക്കുന്ന വിഷയങ്ങളിൽ പോലും എതിരാളികളെ തൻ്റെ വാക്ചാതുരി കൊണ്ട് മലർത്തിയടിച്ച് പാർട്ടിയെ പ്രതിരോധിക്കുന്നതിൽ എന്നും വിജയിച്ചിട്ടുള്ള ഒരു നേതാവായിരുന്നു. അത്തരത്തിൽ അണികൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ, പ്രവർത്തകർക്കിടയിൽ ഒക്കെ തന്നെ വലിയ ആവേശമുള്ള ഒരു നേതാവാണ്. എല്ലാവരും വലിയ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന് 35-ാമത്തെ വയസ്സിൽ തന്നെ MLA ആയിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു. ഇനിയിപ്പോൾ നിയമസഭയ്ക്കകത്ത്, ഈ നിയമസഭയ്ക്ക് ഇനി ഏതാണ്ട് 1.5 വർഷം കഷ്ടിച്ച് മാത്രമേ കാലാവധിയുള്ളൂ. ആ 1.5 വർഷത്തിനകത്ത് അദ്ദേഹത്തിന് എത്രത്തോളം പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടുമെന്ന് നമുക്കറിയില്ലെങ്കിൽ പോലും കിട്ടുന്ന അവസരങ്ങളിൽ അദ്ദേഹം ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒന്നാകെ നാവായിട്ട് നിയമസഭയ്ക്കകത്ത് മാറണം. പുറത്ത് അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. ഇപ്പം പാലക്കാട് മണ്ഡലത്തിൽ ഈ ചുരുങ്ങിയ 1.5 വർഷത്തെ കാലയളവിനുള്ളിൽ ചെയ്തു തീർക്കാവുന്ന പരമാവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്ത് അദ്ദേഹത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ മാത്രമേ അടുത്ത 2026 പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വീണ്ടും ജനവിധി തേടിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. കോൺഗ്രസിൽ നിന്നും പാലക്കാടിന്റെ മുൻ MLA ഒപ്പം തന്നെ ഇപ്പോൾ നിലവിൽ വടകര MP ആയിട്ടുള്ള ഷാഫി പറമ്പില്, പാലക്കാട് MP VK ശ്രീകണ്ഠൻ, ഒപ്പം തന്നെ അടുത്തിടെ കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യർ, മുതിർന്ന കോൺഗ്രസ് നേതാവ്, മുൻ KPCC അധ്യക്ഷനും മന്ത്രിയുമൊക്കെയായിരുന്ന VM സുധീരൻ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ കോൺഗ്രസിൽ നിന്നും ഉണ്ടായിരുന്നു. UR പ്രദീപിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് രണ്ടാം ടേമാണ്. ഇത്തവണ 12,201 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ചേലക്കരയിൽ നിന്നും വിജയിച്ചത്. 2021 K രാധാകൃഷ്ണൻ വിജയിച്ച ഭൂരിപക്ഷവുമായി നോക്കുമ്പോൾ 28,000 വോട്ടുകളുടെ കുറവ് ഭൂരിപക്ഷത്തിൽ തന്നെ ഉണ്ട്. എങ്കിൽ പോലും മികച്ച വിജയം തന്നെയാണ് സിറ്റിംഗ് സീറ്റിൽ അദ്ദേഹം നേടിയത്. അദ്ദേഹത്തെ സംബന്ധിച്ചും ഈ പറഞ്ഞതുപോലെ 1.5 വർഷത്തെ കാലാവധി മാത്രമാണുള്ളത്. ആ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും ഉയർന്നു കേട്ടിരുന്നത് വികസന പ്രശ്നങ്ങളാണ്. റോഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, മികച്ച റോഡുകളില്ലാത്ത പ്രശ്നങ്ങളൊക്കെ തന്നെ അവിടെ ചർച്ചയായിരുന്നു. അദ്ദേഹം ഇന്ന് രാവിലെയും ഒക്കെ തന്നെ പറഞ്ഞത് അത്തരത്തിൽ ഈ റോഡുകളുടെ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുമെന്നാണ്. പിന്നെ അദ്ദേഹം ഒരു ഭരണപക്ഷ MLA ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നേട്ടവുമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് നമുക്ക് കരുതുകയും ചെയ്യാം. ഇടതുപക്ഷത്ത് നിന്നും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ, ഘടകകക്ഷി മന്ത്രിമാരെ, നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും ഈ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. എന്തായാലും ആദ്യമായി MLA ആയിരിക്കുന്ന രാഹുൽ മങ്കൂട്ടത്തിലും ഒപ്പം തന്നെ UR പ്രദീപിനും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ, ശേഷിക്കുന്ന 1.5 വർഷം കൊണ്ട് തന്നെ മികച്ച പ്രവർത്തനം നടത്താൻ കഴിയുമെന്ന് ആണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.